നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. പലപ്പോഴും മന്ത്രിമാരും എംഎൽഎമാരും എംപിമാരൊക്കെ സഞ്ചരിക്കുന്ന വാഹനങ്ങൾ അപകടത്തിൽ പെടാറുണ്ട്. ഇപ്പോഴിതാ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി സഞ്ചരിച്ച കാറാണ് MC റോഡ് ഓരത്തെ കട്ടിങ്ങിൽ ചാടി ഇടതുവശത്തെ 2 ടയറും പഞ്ചറായത്. പഞ്ചറാവുക മാത്രമല്ല, പഞ്ചറായ ടയറുമായി 100 മീറ്ററോളമാണ് അതറിയാതെ വാഹനം ഓടിയത്. വലിയൊരു അപകടം തന്നെയാണ് തലനാരിഴയ്ക്ക് മാറിയത്. വീണ്ടും റോഡിലേക്ക് തിരിഞ്ഞു കയറിയ കാർ ഡിവൈഡറിലേക്ക് എത്തും മുമ്പ് ഡ്രൈവർക്ക് നിർത്താനായി. MC റോഡിൽ എറണാകുളം കോട്ടയം ജില്ലാ അതിർത്തിയായ പുതുവേലിയിൽ വൈക്കം കവലയ്ക്കടുത്ത് ശനിയാഴ്ച പുലർച്ചെ 6 മണിയോടെയായിരുന്നു സംഭവം നടന്നത്. അപകടത്തിന്റെ CCTV ദൃശ്യം ലഭ്യമാക്കണമെന്ന് പോലീസിനോട് സുരേഷ് ഗോപി ആവശ്യപ്പെട്ടിട്ടുണ്ട്. കൊട്ടാരക്കരയിൽ ക്ഷേത്ര കൊടിമര സമർപ്പണത്തിൽ പങ്കെടുത്ത ശേഷം മന്ത്രി തൃശൂർ കളക്ടറേറ്റിലെ ചടങ്ങിൽ പങ്കെടുക്കാൻ ശനിയാഴ്ച പുലർച്ചെ 3:30 കേരള സർക്കാരിന്റെ വാഹനത്തിൽ പോവുകയായിരുന്നു. ഇതിനിടയിലായിരുന്നു ഈ അപകടം സംഭവിച്ചത്. പുതുവേലി സെന്റ് മേരീസ് പള്ളിക്ക് സമീപത്താണ് കാർ നിയന്ത്രണം വിട്ടത്. വിവരമറിഞ്ഞ് നാട്ടുകാരും കൂടി 20 മിനിറ്റോളം മന്ത്രി നാട്ടുകാരുമായി സംസാരിക്കുകയും മറ്റും ചെയ്തിട്ടുണ്ടായിരുന്നു. കൂത്താട്ടുകുളം പോലീസ് കാർ എത്തിച്ച് കൂത്താട്ടുകുളം റെസ്റ്റ് ഹൗസിലേക്ക് മാറ്റി. ആലുവയിൽ നിന്ന് വിനോദസഞ്ചാര വകുപ്പിന്റെ വാഹനം എത്തിച്ച് 7:30 പിന്നീട് തൃശൂരിലേക്ക് യാത്ര തുടരാനായിട്ട് സാധിച്ചത്. ഏതായാലും മറ്റ് സംശയങ്ങളൊന്നും തന്നെ ഇല്ല. എന്നിരുന്നാലും സമീപത്തെ CCTV ദൃശ്യങ്ങൾ പരിശോധിക്കാൻ സുരേഷ് ഗോപി ആവശ്യപ്പെട്ടിട്ടുണ്ട്. തുടർന്ന് തന്നെ അത് ശേഖരിക്കുന്നതിനുള്ള തിരക്കിലാണ് പോലീസ്. അതേസമയം തൃശൂർ പൂരവുമായി ബന്ധപ്പെട്ട ആചാര അനുഷ്ഠാനങ്ങളിലെ അവകാശങ്ങൾക്കൊന്നും തടസ്സമുണ്ടാകില്ലെന്ന് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി പറഞ്ഞു. ഇനി തൃശൂർ പൂരത്തിനായിട്ട് വെറും ദിവസങ്ങൾ മാത്രം ശേഷിക്കുകയാണ്. ഇതിനിടയിലാണ് സമൂഹത്തിന്റെ സ്വത്താണ് ആഘോഷങ്ങൾ. കൂടുതൽ പേർക്ക് ഇത്തവണ വെടിക്കെട്ട് കാണാൻ സൗകര്യം ഒരുക്കുമായിരുന്നുവെങ്കിലും സാഹചര്യങ്ങൾ അനുകൂലമായില്ലെന്നും സുരേഷ് ഗോപി പറഞ്ഞിട്ടുണ്ട്. പൂരം കാണാൻ കൂടുതൽ പേരെ ഉൾപ്പെടുത്തുന്ന രീതിയിൽ സൗകര്യം ഒരുക്കുന്നത് സംബന്ധിച്ച് ജില്ലാ ഭരണകൂടത്തിന് നിർദ്ദേശം നൽകാനിരിക്കെയാണ് കഴിഞ്ഞ മാസം ഗുജറാത്തിൽ പടക്ക നിർമ്മാണശാലയിൽ വെടിക്കെട്ട് അപകടമുണ്ടാകുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ നിയന്ത്രണങ്ങൾക്ക് ഇളവുകൾ ബുദ്ധിമുട്ടാണ്. സർക്കാരും നിയമങ്ങളും ഭേദഗതികളും ജനങ്ങളുടെ സുരക്ഷയ്ക്ക് വേണ്ടിയുള്ളതാണ്, അല്ലാതെ വേറൊന്നും ഉദ്ദേശിച്ചില്ലെന്നും സുരേഷ് ഗോപി പറഞ്ഞു. ജില്ലാ ഭരണകൂടത്തിന് പൂർണ്ണ ഉത്തരവാദിത്വം നൽകിക്കൊണ്ടാണ് നിലവിലെ ഇളവുകൾ വന്നിട്ടുള്ളത്. ഭക്തജനങ്ങളും ആസ്വാദകരും സഹകരിച്ച് നല്ല അച്ചടക്കത്തോടെ ഈ പൂരം കൊണ്ടുപോകാൻ സാധിച്ചാൽ വരും കൊല്ലം കൂടുതൽ ഇളവുകൾ നേടാൻ സാധിക്കുമെന്നും സുരേഷ് ഗോപി പറഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ വർഷത്തെ തൃശൂർ പൂരം വളരെ അലങ്കോലമായതടക്കം വലിയ വിവാദങ്ങളായിരുന്നു സംഭവിച്ചത്. സുരേഷ് ഗോപി അടക്കം പല കാര്യങ്ങൾക്കും ചോദ്യങ്ങൾക്ക് മറുപടി പറയേണ്ടതടക്കം വന്നു. ഏതായാലും ഇത്തവണയും അത്തരത്തിലുള്ള യാതൊരു പ്രശ്നങ്ങളും ഉണ്ടാകാതെ പരിഹരിക്കുമെന്നാണ് സർക്കാർ അടക്കം ഉറപ്പ് നൽകിയിട്ടുള്ളത്. അതിനുള്ള നീക്കങ്ങളൊക്കെ തന്നെ നടക്കുകയാണ്.